ഉദ്യോഗസ്ഥൻ മുഖ്യപ്രതിയായ വിജിലൻസ് കേസിൽ പ്രതികൾ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. 7 ദിവസം ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇന്നലെയാണ് കേസിലെ പ്രതികളായ വിൽസൺ, മുകേഷ്, രഞ്ജിത്ത് വാര്യർ എന്നിവർക്ക് ജാമ്യം ലഭിച്ചത്. പ്രതികളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചിരുന്നു. തട്ടിപ്പിൽ 1-ാം പ്രതിയായ ED ഉദ്യോഗസ്ഥനും മറ്റു പ്രതികളും തമ്മിലുള്ള ബന്ധം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. ഇവർ ആരൊക്കെ ആയി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, ഇവരുടെ പ്രവർത്തന രീതി എങ്ങനെയായിരുന്നു എന്നത് സംബന്ധിച്ച് ഏതാണ്ട് വിവരങ്ങളും വ്യക്തതയും ഒക്കെ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം വ്യാപിക്കുന്നുണ്ട്. അന്വേഷണ സംഘം ഒടുവിലായി വ്യക്തമാക്കുന്നത് എന്താണ് വിഷ്ണു സുരേഷ്? ഈ പിടിയിലായ 3 പേരും ഈ കേസിലെ 1-ാം പ്രതിയായ ശേഖർ കുമാർ, ED അസിസ്റ്റന്റ് ഡയറക്ടറും തമ്മിലുള്ള ബന്ധം, അതിന്റെ മൊഴികൾക്കപ്പുറത്ത് എന്തെങ്കിലും ശാസ്ത്രീയ തെളിവുകളോ അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുകളോ സമാഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നത്. ഇതിനോടകം തന്നെ ഫോറൻസിക് വിഭാഗത്തിന്റെ വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണ തോതിലേക്ക് എത്തിയിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന് ഇന്നലെ കോടതിയിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല. എന്നാൽ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണം, ഇവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്താം, 7 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപിൽ ഹാജരാകണമെന്ന നിർദ്ദേശമാണ് കോടതി നൽകിയത്. അതിൽ പ്രകാരമാണ് ഇന്ന് ഈ കേസിലെ 2 മുതൽ 4 പ്രതികൾ, 4-ാം പ്രതി വരെയുള്ള വിൽസന്, രഞ്ജിത്ത്, മുകേഷ്, ഈ 3 പേരും വിജിലൻസ് എസ്പിക്ക് മുമ്പിൽ ഹാജരാകുന്നത്. ഇവർ ഒരു ഘട്ടത്തിലും അന്വേഷണത്തോട് സഹകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തെളിവ് ശേഖരണത്തിലടക്കം വിജിലൻസിന് വലിയ ബുദ്ധിമുട്ട് നേരിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 7 ദിവസത്തെ ചോദ്യം ചെയ്യലിനിടയിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും കേസിലെ 1-ാം പ്രതിയായ ശേഖർ കുമാറിനെ വിളിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുക. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്നലെ വിജിലൻസ് EDയോട് ഈ കേസിലെ പരാതിക്കാരന്റെ കേസ് ഡയറിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ചോദിച്ചിരുന്നു. EDയും വിജിലൻസിനോട് ഈ ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കേസിന്റെ FIR ചോദിച്ചിട്ടുണ്ട്. അത് പരസ്പരം കൈമാറ്റം ചെയ്യാം എന്നുള്ള ധാരണയിലേക്കാണ് നിലവിൽ എത്തിയിരിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.